ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് അഗ്നിപരീക്ഷ ഇന്നലെ രാത്രി 12 മണിക്ക് ടെലികാസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്തപ്പോൾ ഏകദേശം 12:45 എന്തായാലും നല്ലൊരു പ്രോഗ്രാം എന്ന് തന്നെയാണ് അതിനെ വിലയിരുത്തേണ്ടത്. കാരണം മറ്റൊന്നുമല്ല, ബിഗ് ബോസ് എന്ന ഷോയിലേക്ക് ധാരാളം കോമണേഴ്സിനെ ഉൾപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ഈ ഒരു ഷോ എന്തായാലും മികച്ച ഒരു തീരുമാനമാണ്. കാരണം ഇതിൽ നിന്ന് സെലക്റ്റായി ഏതൊരു വ്യക്തി ബിഗ് ബോസ് ഹൗസിലേക്ക് ചെന്നാലും അവിടെ വരുന്ന മറ്റ് മത്സരാർത്ഥികൾക്ക് ഒരു വെല്ലുവിളിയായിട്ട് മാറുവാൻ സാധ്യതയുണ്ട്. കാരണം അത്യാവശ്യം കുതന്ത്രങ്ങളും ചതികളും എല്ലാം അറിയാവുന്ന ആളുകൾ തന്നെയാണ് ഈ ഒരു ഷോയുടെ ഭാഗമായിട്ട് വന്നിരിക്കുന്നത്. എന്തായാലും ജഡ്ജസ് ആയിട്ട് വന്നിരിക്കുന്നത് അഖിൽ മാരാരും രഞ്ജിനി ഹരിദാസും റിയാസുമാണ്. ഹോസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് റനീഷയാണ്. ഇന്നലെ രാത്രി 12:45 തന്നെ ടെലികാസ്റ്റ് ചെയ്ത ഈ ഒരു പ്രോഗ്രാം ഏകദേശം 50 മിനിറ്റ് ഉണ്ടായിരുന്നു. ഈ 50 മിനിറ്റ് പ്രോഗ്രാമിനകത്ത് ഏകദേശം 20ഓളം ആളുകളെ ഈ പറയുന്ന ബിഗ് ബോസ് അഗ്നിപരീക്ഷയുടെ ഭാഗമായിട്ട് നിലവിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 20 പേരുണ്ട്. അവരുടെ കാര്യം അടുത്ത എപ്പിസോഡിൽ അറിയാമെന്നാണ് തോന്നുന്നത്. കാരണം മറ്റു ഡീറ്റെയിൽസ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. എന്തായാലും ഇന്നലെ തുടക്കത്തിൽ ഇവർക്ക് കൊടുത്തിരിക്കുന്ന ടാസ്ക്, ഈ ഒരു 20 പേരെ സെലക്ട് ചെയ്യാൻ കൊടുത്തിരിക്കുന്ന ടാസ്ക് എന്ന് പറയുന്നത് മണിച്ചിത്രത്താഴാണ്. അതായത് ഒരു ഗ്രില്ലിൽ നിറയെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ താക്കോലും ആ ഒരു പൂട്ട് തുറക്കാൻ ആവശ്യമായിട്ടുള്ള ക്ലൂവും മറ്റൊരിടത്ത് തൂക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇത് കളക്ട് ചെയ്തുകൊണ്ട് വരണം. ഈ ക്ലൂവും താക്കോലും കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പൂട്ട് തുറക്കാം. എന്നാൽ ഈ ഒരു പൂട്ട് തുറക്കൽ മത്സരത്തിൽ തന്നെ ഒരു ചതി നടന്നു. അതായത് പൂജ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥിയുടെ കയ്യിൽ നിന്ന് താക്കോലും മറ്റൊരു ചെറുപ്പക്കാരൻ വാങ്ങി ആ പൂട്ട് തുറക്കാൻ ശ്രമിച്ചു. ആ പെൺകുട്ടി കരുതിയത് ആ പെൺകുട്ടീനെ സഹായിക്കാൻ വന്നതാണ് എന്നാണ്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ ആ പുള്ളിക്കാരൻ ഈ താക്കോല് തുറന്ന് ഈ 20 പേരിൽ ഒരാളാവാനായിട്ടാണ് ശ്രമിച്ചത്. അത് പിന്നീടാണ് പൂജയ്ക്ക് മനസ്സിലാകുന്നത്. ഏറ്റവും ഒടുവിൽ ഈ ഒരു പൂജ തുറക്കാൻ ശ്രമിച്ച പൂട്ട് ജാമായി പോവുകയും പിന്നീട് ജഡ്ജസ് മറ്റ് മത്സരാർത്ഥികൾ സമ്മതിച്ചതിനെ തുടർന്ന് ഈ 20 പേരുടെ ലിസ്റ്റിലേക്ക് പൂജ വരികയുമായിരുന്നു. എന്തായാലും നമുക്ക് അതിന്റെ ചെറിയൊരു ഫുട്ടേജ് ഒന്ന് കണ്ടുപോകാം. സോ ഇതാണ് ആ ഒരു മത്സരം. അതായത് തുടക്കത്തിൽ ഇവർക്ക് കൊടുത്തിരിക്കുന്ന ടാസ്ക് ഈ 20 പേരെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. മൊത്തം 40 പേരാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഈ 40 പേരിൽ 5 പേരെ മൈജിയും 5 പേരെ വൈറ്റ് ഗോൾഡുമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള ആളുകളെല്ലാം തന്നെ ഓഡിഷൻ വഴിയാണ് ഈ ഒരു മത്സരത്തിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നത്.